എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നായയെ വളർത്തുവാൻ ലൈസൻസ് നിർബന്ധമാക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. നായകളെ വളർത്തുവാൻ ലൈസൻസ് നിർബന്ധമാക്കുവാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. വളർത്തു നായകളെ തെരുവിൽ ഉപേക്ഷിക്കുന്നത് തടയാനാണ് ഈ ഒരു നീക്കം കൊണ്ടുവരുന്നത്. ഒരു വീട്ടിൽ ലൈസൻസോടുകൂടി 2 നായകളെ വളർത്താവുന്നതാണ്. ഈ വ്യവസ്ഥകൾ കർശനമാക്കിക്കൊണ്ട് പഞ്ചായത്ത് നഗരപാലിക നിയമങ്ങൾ ഭേദഗതി ചെയ്യുവാൻ തദ്ദേശീയ സ്വയംഭരണ വകുപ്പിനോട് ശുപാർശ ചെയ്യുവാൻ സംസ്ഥാന ജന്തുക്ഷേമ ബോർഡ് തീരുമാനിച്ചിരിക്കുകയാണ്. നിലവിൽ നായകളെ വളർത്തുവാൻ ലൈസൻസ് വേണമെന്നതാണ് നിർദ്ദേശം. പ്രധാനമായിട്ടും വാക്സിനേഷൻ നടത്തി തദ്ദേശീയ സ്ഥാപനത്തെ വിവരമറിയിച്ചുകൊണ്ട് ലൈസൻസ് വാങ്ങാനാണ് നിയമം നടപ്പിലാക്കുന്നത്. അതോടൊപ്പം തന്നെ എന്നാൽ ഇത് കർശനമായിട്ട് പാലിക്കപ്പെടുന്നില്ല. അതിനാലാണ് നിയമം ഭേദഗതി ചെയ്യുന്നത്. നായകൾക്ക് കൃത്യമായിട്ടുള്ള വാക്സിനേഷൻ, വന്ധീകരണം എന്നിവ നിയമം അനുശാസിക്കും വിധം അതത് കാലയളവുകളിൽ ചെയ്യേണ്ടതാണ്. കുത്തിവയ്പ് എടുത്ത നായകൾക്ക് മൈക്രോ ചിപ്പ് ഘടിപ്പിക്കുന്നതാണ്. ഇവയെ മാത്രമേ ലൈസൻസോടുകൂടി വളർത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. 2ൽ കൂടുതൽ നായകളെ വളർത്തണമെങ്കിൽ ബ്രീഡേഴ്സ് ലൈസൻസ് എടുക്കേണ്ടതാണ്. നായകളുടെ പ്രജനനത്തിന് ശേഷം അവയെ കൃത്യസമയത്തിന് വിൽക്കുവാൻ കഴിയാതെ വരുമ്പോൾ തെരുവിൽ ഉപേക്ഷിക്കുന്നത് ഒഴിവാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. മൈക്രോ ചിപ്പ് ഘടിപ്പിച്ചാൽ നായകളെ തെരുവിൽ ഉപേക്ഷിക്കുന്നവരെ എളുപ്പം കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. നായയുടെ പേര്, ഇനം, ഉടമസ്ഥന്റെ പേര്, വിലാസം എന്നിവ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനത്തിലെ ഡേറ്റാബേസുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ്. നായയുടെ തോൾ ഭാഗത്ത് പ്രത്യേകം ഉപകരണം വഴിയാണ് ചിപ്പ് ഘടിപ്പിക്കുന്നത്. ഇതിന് ഫീസ് ഏർപ്പെടുത്തുന്നതാണ്. ലൈസൻസ് K-സ്മാർട്ട് ആപ്പിലൂടെ ലഭിക്കുവാനായിട്ട് സൗകര്യമൊരുക്കുന്നതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.